അയൽവാസികളായ അന്യസംസ്ഥാന തൊഴിലാളികൾ വീട് കയറി ആക്രമിച്ചു. വീട്ടമ്മയ്ക്ക് പരിക്ക്. അമ്പലപ്പുഴ വടക്കു പഞ്ചായത്ത് 11-ാം വാർഡ് കാക്കാഴം ലക്ഷ്മി നിവാസിൽ വിശ്വലക്ഷ്മിക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ രാത്രി 10:30ഓടെയായിരുന്നു സംഭവം. 15ഓളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് വിശ്വലക്ഷ്മിയുടെ വീടിന് വടക്കുഭാഗത്തായി താമസിക്കുന്നത്. ഇവർ തമ്മിൽ പലപ്പോഴും മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നതും പതിവാണ്. കഴിഞ്ഞ രാത്രിയിലും ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കി. ഇത് ശല്യമായതോടെ വിശ്വലക്ഷ്മി വിവരം പഞ്ചായത്ത് അംഗം ലേഖാമോൾ സനലിനെ അറിയിച്ചു. വിവരം പോലീസിൽ അറിയിക്കുവാൻ പഞ്ചായത്ത് അംഗം നിർദ്ദേശിച്ചു. ഇതറിഞ്ഞ 5ഓളം അന്യസംസ്ഥാന തൊഴിലാളികൾ വിശ്വലക്ഷ്മിയുടെ വീടിന്റെ വടക്കുഭാഗത്തെ ഗേറ്റ് ചവിട്ടി തുറന്നെത്തി വീട്ടമ്മയെ ആക്രമിക്കുകയായിരുന്നു. വിശ്വലക്ഷ്മിയുടെ വസ്ത്രം വലിച്ചു കീറുകയും കഴുത്തിലും പുറത്തും മർദ്ദിക്കുകയും ചെയ്തു. ഭയങ്കര ഇടിയും ബഹളമായിരുന്നു. ആ സമയത്ത് 10:30 ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റതിന് ശേഷം ഞാൻ അടുക്കള വാതിൽ തുറന്നിട്ട് മെമ്പറെ വിളിച്ചിട്ട് മെമ്പറോട് ഞാൻ പറഞ്ഞു, പോലീസിനെ വിളിക്കണം, ഇവിടെ ഭയങ്കര ബഹളം നടക്കുന്നു. അപ്പോൾ അടുക്കള വാതിൽ തുറന്ന് തന്നെ മെമ്പർ ഈ സ്വരം കേൾക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ തുറന്ന് ഈ പോലീസ് എന്ന് കേട്ടപ്പോൾ തന്നെ ഇവന്മാർ 4-5 പേരും ഇങ്ങോട്ട് ചാടിക്കയറി വരുവാണ് ഗേറ്റും തുറന്നിട്ട്. അന്ന് എന്നെ തള്ളി മറിച്ചിട്ട് പിന്നെ ഇടിക്കുകയാണോ മുടിക്ക് കുത്തി പിടിച്ചാണോ എനിക്കൊരു ഇതുമില്ല. എൻ്റെ ശരീരം മൊത്തം പാടും, എൻ്റെ നൈറ്റിയൊക്കെ വലിച്ചു കീറി. ഇതാണ് പ്രശ്നം. അത് കഴിഞ്ഞിട്ട് രണ്ടുപേന്മാർ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. പോയി കുറച്ച് കഴിഞ്ഞ് എൻ്റെ മോൻ വരുമ്പോൾ എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക ഹിന്ദിയിൽ. അപ്പോൾ എന്തിനാ അമ്മച്ചി തെറി വിളിക്കുന്നത്, അമ്മച്ചി ആരെയാണ് തെറി വിളിക്കുന്നത് അവൻ എന്നോട് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്നുകൊണ്ടൊരു ഹിന്ദിക്കാരൻ പറഞ്ഞ്, ഭയ്യ ഇവിടെ ഭയങ്കര പ്രോബ്ലമാണ്, നീ ഇങ്ങോട്ട് വാവാന്നും പറഞ്ഞ് വിളിച്ച്. മോൻ അങ്ങോട്ട് ചെല്ലുകയും ഈ ഹിന്ദിക്കാർ വിചാരിച്ച് എന്നെ തല്ലിയിട്ടിട്ട് അത് ചോദിക്കാൻ ചെന്നതാണ്. പക്ഷെ അത് മോൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇവന്മാരെല്ലാം കൂടെ മോനെ വളഞ്ഞ് എല്ലാവരും കൂടെ മോനൊറ്റയ്ക്കേ ഉള്ളായിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നെ മോനെയും പിടിക്കുക, അവന്മാരെല്ലാം കൂടെ വളഞ്ഞ് എന്നെയും മോനെയും കൂടെ ഇടിക്കുകയും തള്ളുകയും ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം മെമ്പർ വിളിച്ചത് കാരണം പോലീസ് വന്ന് ആണ് എൻ്റെ ശരീരത്തെ പാട് കണ്ടിട്ട് പറഞ്ഞ് വേഗം ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് CT സ്കാനും എക്സ്റേയും ഒക്കെ എടുത്ത് ഷോൾഡറിന് ചതവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേസ് കൊടുത്തത്. അല്പസമയത്തിനുള്ളിൽ സ്ഥലത്തെത്തിയ അമ്പലപ്പുഴ പോലീസ് 5 അന്യസംസ്ഥാന തൊഴിലാളികളെ കസ്റ്റഡിയിൽ എടുത്തു. കഴുത്തിന് സാരമായി പരിക്കേറ്റ വിശ്വലക്ഷ്മിയെ പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം പിന്നീട് ഡിസ്ചാർജ് ചെയ്തു. പരിസരങ്ങളിലായി താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ചുള്ള യാതൊരു വിവരവും അധികൃതരുടെ ഭാഗത്ത് ഇല്ല എന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് അംഗം ലേഖാമോൾ സനൽ ആവശ്യപ്പെട്ടു. എൻ്റെ വാർഡിൽ തന്നെ അപ്പുറത്തൊരു ലോഡ്ജ് ഉണ്ട്. അതുകൂടാതെ NHന്റെ സൈഡിൽ 1-2 വീടുണ്ട്, ഇവിടെയൊക്കെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് അധിവസിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ട് പോലും താമസിക്കുകയാണ്. ആ ഫാമിലി ഇന്ന് താമസിക്കുന്നവരല്ല സത്യത്തിൽ നാളെ കാണുന്നത്. ഇപ്പം ഈ വീട്ടിൽ 2 വർഷമായെന്ന് പറയുന്ന താമസക്കാർ വന്നിട്ട് ആ 2 വർഷത്തിനുള്ളിൽ ആരൊക്കെയാണ് വന്നു പോകുന്നതെന്ന് സത്യത്തിൽ ആ വീടിന്റെ ഹൗസ് ഓണർക്ക് പോലും അറിയാൻ സാധിക്കുന്നില്ല. ഹൗസ് ഓണർ ഇവിടേട്ട് വരുന്നില്ല, നോക്കുന്നില്ല. കോതമംഗലത്തെ ഒരു താമസക്കാരൻ്റെ ഉടമസ്ഥയിലുള്ള വീടാണ്. പുള്ളി വാടക മാത്രം കൃത്യമായിട്ട് എല്ലാ മാസം വാടക മാത്രം കിട്ടുന്നുണ്ടെന്ന് നോക്കുന്നുള്ളൂ. ആരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ളത് കൃത്യമായ കണക്ക് സത്യത്തിൽ ആ ഹൗസ് ഓണർക്ക് പോലും ഇല്ല. അപ്പം സ്റ്റേഷനിൽ നിന്ന് ഈ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വാർഡ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ എല്ലാവരുടെയും തന്നെ ഡീറ്റെയിൽസ് എടുത്ത് അവരെ താമസിപ്പിക്കേണ്ടവരെ മാത്രം താമസിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത്. വെച്ചാൽ ഇവരിപ്പോൾ കൂടുതലും പേരും എനിക്കൊന്ന് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയാണ്. അങ്ങനെ കൊണ്ടാണ് ഈ ഒരു അക്രമം നടത്തുന്നത്. സഹോദരിയെ പോലെ തൊട്ട അയൽവക്കത്ത് താമസിച്ചിരുന്ന ഈ വീട്ടിൽ കയറി ഈ രീതിയിലുള്ള അക്രമം കാട്ടണമെങ്കിൽ അവർ സ്വയബോധത്തിലോടല്ല. അപ്പം കൊച്ചുകുട്ടികളൊക്കെ ഇവിടെ തന്നെ അനുസരിച്ച് 2 കൊച്ചുകുട്ടികളും തള്ളയുള്ളതാണ്. ഇവരെ പേടിച്ച് വീടൊഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി വൈഫ് ഹൗസിൽ പോയി താമസിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഇപ്പോൾ ചേച്ചിയും അച്ഛനും മാത്രമേ ഉള്ളൂ. പക്ഷെ കൊച്ചുകുട്ടികളെ കൊണ്ട് ഇവിടെ നമുക്ക് താമസിക്കാൻ പേടിയാണ്. ഈ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. അത് കാരണം അവരവരുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചുറ്റുപാടാണ് നമ്മുടെ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം. അവർ